ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലിയോ ബേബിയുടെ വാട്ട് ഐ എയ്റ്റിൻ്റെ ഡേ ആണ്. അവനിപ്പോൾ 2 വയസ്സാണ് കേട്ടോ. ഇന്ന് അവൻ എന്തൊക്കെയാ കഴിച്ചതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. എഴുന്നേൽക്കാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 8 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പോ കടലക്കറിയായിരുന്നേ. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട്. മിക്ക ദിവസങ്ങളിലും വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എന്താണോ ഉണ്ടാക്കുന്നത് അത് സെയിം തന്നെയാണ് അവനും കൊടുക്കാറ്. ചില ദിവസങ്ങളിൽ മാത്രം പുട്ട് അവന് ഇഷ്ടമല്ല. അപ്പോൾ പുട്ടുണ്ടാക്കുന്ന ദിവസങ്ങളിൽ മാത്രം അവന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും, അല്ലെങ്കിൽ സെയിം തന്നെ കഴിച്ചോളും. അത് കഴിഞ്ഞൊരു 10:30 ആയപ്പോൾ ഒരു സ്നാക്കായിട്ട് ഇതൊരു അരിയുണ്ടയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതവന് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം കഴിച്ചു. പിന്നെ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്ത് ഒരു 11:30 കഴിഞ്ഞപ്പോൾ റാഗി പാൻ കേക്കാണ് ഉണ്ടാക്കിയത്. ഇതിലൊരു ചെറുപഴവും റാഗി പൊടിയും 1 ടീസ്പൂൺ നട്ട്സ് പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഗീയിൽ ഒരു പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഇതിൽ എക്സ്ട്രാ മധുരത്തിനായിട്ട് നമ്മളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പഴത്തിൻ്റെ സ്വീറ്റ്നെസ് ഒക്കെ ഉള്ളത് കൊണ്ട് അവന് ഇഷ്ടമാണ്, അവനത് കഴിക്കാറുണ്ട്. റാഗി ഒരു 1 ടൈമെങ്കിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. റാഗി അത്രയും നല്ലതാണ് കുട്ടിക്ക്. ചിലപ്പോൾ കുറുക്കായിട്ടാണ് കൊടുക്കുക, ചിലപ്പോൾ ദോശയാക്കി കൊടുക്കാറുണ്ട്. പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ അവൻ കൂടുതലായിട്ട് കഴിച്ചോളും. അപ്പോൾ അവന് ഇഷ്ടമുള്ളതാണ്. അപ്പം നമ്മൾ സ്നാക്ക് മിക്ക ദിവസങ്ങളിലും ഈ ഒരു റാഗി പാൻ കേക്ക് തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാൻ തന്നെ 2:30 കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ലഞ്ചിന് റൈസും ദാൽ കറിയും കോവയ്ക്ക തോരനും എഗ്ഗുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എഗ്ഗ് ഞാൻ ഒരു ദിവസം ഒരെണ്ണം എന്തായാലും കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിരിക്കും, ചിലപ്പോൾ ലഞ്ചിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഈ ഇടയായിട്ട് റൈസ് കഴിക്കാൻ ഇത്തിരി മടിയാണ്. റൈസ് തന്നെ കൊടുക്കുമ്പോൾ അവനത് ഇഷ്ടമല്ല. ചിലപ്പോൾ കഞ്ഞി ആക്കിയിട്ട് ചെറുപയറൊക്കെ ചേർത്തിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാലും കഴിച്ചോളും. അപ്പോൾ ലഞ്ചിന് മിക്കപ്പോഴും എഗ്ഗിൻ്റെ കൂടെ തന്നെയാണ് റൈസ് കൊടുക്കാറ്. അപ്പോൾ കുറച്ച് കഥയൊക്കെ പറഞ്ഞ് നമ്മളിതാ ലഞ്ച് കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ടാണ് കൊടുക്കാറ് കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കും. അത് ഞാൻ മാറി മാറി കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ ചെറുപഴവും 2 ഡേറ്റ്സും കൂടെ കൊടുത്തു. പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ഫോർക്കൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആൾക്ക് ഇഷ്ടമാണ്, അത് കഴിച്ചോളും. അല്ലാതെ കയ്യിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കത്തില്ല, മടിയായിരിക്കും. അപ്പോൾ ഈ ഒരു സ്നാക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിന്നർ കഴിച്ചത് ഒരു 7-7:30 ഒക്കെ ആകുമ്പോഴാണ്. 7:30 അവന് ഞാൻ ഫുഡ് കൊടുക്കുന്നത് നിർത്താറുണ്ട്. അപ്പോൾ ഇന്ന് ഡിന്നറിനായിട്ട് ഇതൊരു പാൻ കേക്ക് തന്നെയാണ് കേട്ടോ. ഇത് പൊട്ടറ്റോയും ക്യാരറ്റും കൂടെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വേവിപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും നെയ്യിൽ തന്നെ ഒരു പാൻ കേക്ക് പോലെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇന്ന് ഇത്രയാണ് ലിയോ കുട്ടൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.